ഫ്രണ്ട്സ്. ജോർജ്, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അവരാണ് എന്റെ ഫ്രണ്ട്സ്. ദേ വന്നല്ലോ. ആദം, ഇതാരാ? പൊന്നും കുരിശു മുത്തപ്പാ, നല്ല വിശപ്പ്. ആദം, ഇതാരാ? ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഐ ആം സോറി. വിശന്നാൽ പിന്നെ ഞാൻ അങ്ങനെയാ, എല്ലാം മറക്കും. ബൈ ദ വേ, ഇതാണ് ജോർജ്. പുള്ളി ഊട്ടിയിലാ പഠിക്കുന്നത്. ഭയങ്കര ഇംഗ്ലീഷാന്നേ, മലയാളം തീരെ അറിയത്തില്ല. ബ്രിട്ടീഷ് ആക്സന്റ് ആണ് പുള്ളിയുടെ ഇത്. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളെ പോലെ ഇഡ്ഡലിയും ദോശയൊന്നല്ല കഴിക്കുന്നത്. ബർഗറും സാൻഡ്വിച്ചും പിന്നെ പിസയും. ഭയങ്കര സംഭവം കേട്ടോ. ആഹാ, എന്തൊക്കെ ബെഡായി ചേട്ടൻ പറയണേ. നശിപ്പിച്ചു, എന്റെ വിലയും കളഞ്ഞു. ഞാൻ ജോർജ്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഊട്ടിയിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ മലയാളം നന്നായി അറിയാം. ഹായ് ജോർജ്, ഞാൻ പ്രിൻസ്. ഇത് സ്റ്റെഫി, ഇത് റോമാക്സ്. എന്നാ പിന്നെ നമുക്കിനി സൈക്കിൾ സ്റ്റൺസ് കളിച്ചാലോ? എന്റെ കർത്താവേ, നിങ്ങൾക്ക് സൈക്കിൾ സ്റ്റൺസ് അറിയാമോ? അറിയാമോന്നോ? ഇതെന്ത് ചോദ്യവാ ജോർജെ. ഞാൻ അതിലൊക്കെ സ്റ്റാറല്ലേ. ആണോ? തുടങ്ങാം. ഇതാണോ സ്റ്റണ്ട്? എന്തു പറ്റിയോ റോമാക്സ്? എന്റെ സ്റ്റൺസ് കണ്ടിട്ട് റോമാക്സിന് അസൂയായിന്ന് തോന്നുന്നു. ഓ പിന്നെ, നിന്റെ ഒരു സ്റ്റണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം എന്താണ് സ്റ്റണ്ടെന്ന്.
അയ്യോ അയ്യോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. എന്നിട്ടിപ്പ എന്തായി? എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഇതെനിക്കിഷ്ടായി. ആദം, റോമെക്സിന് നല്ല വേദന ഉണ്ടാവും. എന്നിട്ട് നീ ചിരിക്കുകയാണോ? അയ്യോ ചേട്ടായി, വലുതും പറ്റിയോ? ഇനി എന്ത് പറ്റാൻ? ഫ്രണ്ട്സ്, ഇനി നിന്റെ ഊഴമ. കമാ. സൂപ്പർ, അടിപൊളി ചേട്ടായി. സൂപ്പർ പ്രിൻസ്. കലക്കി പ്രിൻസ്, സൂപ്പർ. താങ്ക്സ് കൂട്ടുകാരെ. ചേട്ടായി, എനിക്കും പഠിപ്പിച്ചു തരാമോ സൈക്കിൾ? ജോർജിന് സൈക്കിൾ ഒട്ടും അറിയില്ലേ? ഇല്ല. വളരെ സിമ്പിൾ അല്ലേ? ഞങ്ങൾ പഠിപ്പിച്ചു തരാമല്ലോ. എന്നാ പിന്നെ പ്രിൻസ് വേഗമാകട്ടെ, പഠിപ്പിക്കാൻ തുടങ്ങിക്കോളൂ. ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. വരൂ ജോർജ്, കേറിയിരിക്കെ. ഇനി ഹാൻഡിൽ നന്നായി പിടിച്ച് കാല് പതിയെ പെഡലിൽ വെച്ചുകൊണ്ട് ഓടിച്ചോളൂ. കമോൺ ജോർജ്, കമോൺ ജോർജ്, കമോൺ. കമോൺ ജോർജ്. നേരെ നോക്കി ഓടിച്ചോളൂ, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോർജ്, മെല്ലെ മെല്ലെ. കമോൺ, ഓടിച്ചോളൂ.
അയ്യോ കർത്താവേ. ആ ഓ, എന്തെങ്കിലും പറ്റിയോ ജോർജ്? ജോർജ്, എന്തെങ്കിലും പറ്റിയോ? ഓക്കെ അല്ലേ? എനിക്ക് സൈക്കിള് പഠിക്കാൻ പറ്റുന്നില്ല. സാരമില്ല ജോർജ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അതെ ജോർജ്, ഇതൊക്കെ നോർമലാണ്. സാരില്ല, ഒന്നും പറ്റിയില്ലല്ലോ. നമുക്ക് പഠിക്കാം, വേഗം തന്നെ. ഇതൊക്കെ സിമ്പിൾ അല്ലേ ജോർജ്? ഇപ്പൊ നമുക്ക് പോകാം, ലേറ്റായി. നല്ല വിശപ്പുണ്ട്. കമോൺ ജോർജ്, ഒന്നുമില്ല. സൈക്കിൾ എന്തായാലും നമുക്ക് വേഗം തന്നെ പഠിക്കാം. എങ്കിൽ നമുക്ക് നാളെ കാണാം. ഒത്തിരി നേരമായി അല്ലേ? വാ, നമുക്ക് കളിക്കാം. അവൻ വരുമ്പോ വരട്ടെ. ദേ വരുന്നു ആദം. ജോർജുമുണ്ട്. എന്തു പറ്റി ജോർജ്? ഒരു രക്ഷയുമില്ല. എത്ര ശ്രമിച്ചിട്ടും അവന് സൈക്കിള് വഴങ്ങുന്നില്ല. ഏയ്, ഇത്ര ചെറിയ പ്രശ്നത്തിനാണോ വിഷമിക്കുന്നേ? ജോർജ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തോറ്റുകൊടുക്കരുത്. വിഷമിച്ചിട്ട് എന്താ കാര്യം? വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വേണ്ട ചേട്ടായി, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇന്ന് എത്ര തവണയാ വീണേന്നറിയാവോ? ദേ ഗ്രാൻഡ്പാ വരുന്നു. ഗുഡ് ഈവനിങ് കുട്ടികളെ. ഗുഡ് ഈവനിങ് ഗ്രാൻഡ്പാ. ആ, ഇതാരാ ഈ കൊച്ചുമിടുക്കൻ? ഗ്രാൻഡ്പാ, ഇതാണ് എന്റെ ഫസ്റ്റ് കസിൻ ജോർജ്. ആഹാ, അപ്പോ എല്ലാവരും കൂടി എന്താ പരിപാടി? ഞങ്ങൾ ജോർജിന് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുക. നല്ല കാര്യം. എങ്കിൽ നടക്കട്ടെ. ഞാൻ ഏതായാലും ചർച്ച് വരെ പോയിട്ട് വരാം. പക്ഷേ ഗ്രാൻഡ്പാ, എന്താ പ്രിൻസ്? എത്ര ശ്രമിച്ചിട്ടും ജോർജിന് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവന് പേടിയാണ്. ഏത് കാര്യങ്ങളും ആത്മാർത്ഥമായി ചെയ്യുമ്പോ ചില വിഷമതകളൊക്കെ ഉണ്ടാവും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ജോർജിനും സൈക്കിൾ വേഗത്തിൽ പഠിക്കാം. ഇല്ല ഗ്രാൻഡ്പാ, എനിക്കിപ്പോ പേടിയാണ്. പണ്ട് ഇതുപോലെ തന്നെ പേടിയായിരുന്നു ഇസ്രായേൽക്കാർക്കും കടല് കടക്കാൻ. പക്ഷേ അവരുടെ ധൈര്യം ദൈവവും മോസസും മാത്രമായിരുന്നു. ഗ്രാൻഡ്പാ, ആ കഥയൊന്ന് പറഞ്ഞുതരുമോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ആ കഥ കേൾക്കണ്ടേ? എല്ലാവരും ഇരിക്കൂ കുട്ടികളെ. ദൈവകൽപ്പന അനുസരിച്ച് മോശ ഇസ്രായേലുകാരെയും കൂട്ടി ഈജിപ്ത് വിട്ട കാലം. ഇസ്രായേലുകാർ രാവും പകലും യാത്ര തുടർന്നു. പകൽ അവർക്ക് മേഘങ്ങളും രാത്രിയിൽ അവർക്ക് അഗ്നിയും കൂട്ടായിരുന്നു. അവർ ഈജിപ്തിൽ നിന്നും വളരെ ദൂരേക്ക് പോയിരുന്നു. ഇസ്രായേലുകാരെ വെറുതെ വിട്ടതിന് ഫറോന് വളരെ ദേഷ്യം വന്നു. അവരെ വകവരുത്താൻ തന്നെ അവൻ തീരുമാനിച്ചു. ഒരു വലിയ സൈന്യത്തെ തന്നെ അതിനായി നിയോഗിച്ചു.
ഫറോന്റെ സൈന്യം അവരെ തേടി യാത്ര തുടർന്നു. കുതിരപ്പുറത്ത് ആയുധങ്ങളുമായി അവർ ഇസ്രായേലുകളുടെ നേർക്ക് കുതിച്ചു. ഫറോയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ യാത്ര തുടർന്ന ഇസ്രായേലുകാർ അങ്ങനെ ഒരു കടൽ തീരത്തെത്തിച്ചേർന്നു. ഇസ്രായേലുകാർ വളരെ ഭയന്നു. അവർ മോശയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ ഞങ്ങളെ മരണത്തിലേക്കാണ് ആനയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ കടലും പുറകിൽ സൈന്യവുമാണ്. മരണം ഞങ്ങൾക്ക് ഉറപ്പാണ്. മോശെ അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. എന്തിന് നിങ്ങൾ ഭയക്കുന്നു? നമ്മുടെ കൂടെ ദൈവമുള്ളപ്പോൾ ആ ശക്തി നമ്മളെ രക്ഷിക്കും. മോശ തന്റെ കൈകൾ ഉയർത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം ശക്തമായ കാറ്റ് വീശി കടൽ രണ്ടായി പിളർന്നു. മധ്യത്തിൽ ഉണങ്ങിയ നിലം പ്രത്യക്ഷമായി. ഇസ്രായേലികളെയും കൂട്ടി മോശ അതിലൂടെ നടന്നു. ഇസ്രായേലുകാർ ദൈവത്തിന് സ്തുതി പാടി യാത്ര തുടർന്നു. മറുവശത്ത് ഫറോയുടെ സൈന്യവും എത്തിച്ചേർന്നു. അവർ ഇസ്രായേലുകാരെ പിന്തുടരാൻ ഉണങ്ങിയ നിലത്തിലേക്കിറങ്ങി. എന്നാൽ സൈന്യം ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. ഇസ്രായേലുകാർ മറുകരയിൽ സുരക്ഷിതരായി എത്തി. എന്നാൽ ഫറോയുടെ സൈന്യം കടലിൽ മുങ്ങിക്കൊണ്ടേയിരുന്നു. കർത്താവിന് സ്തുതി. ജോർജ്, ഇനി വരൂ. ജോർജിന് കഥയുടെ പൊരുള് മനസ്സിലായോ? അതേ ഗ്രാൻഡ്പാ. ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട്. ശ്രദ്ധയോടെ നമ്മൾ ശ്രമിച്ചാൽ എന്തും നടക്കും. നമ്മുടെ മനസ്സിൽ നന്മയുടെ വിത്തുകൾ പാകാൻ ബൈബിൾ എന്നും നമ്മുടെ കൂടെയുണ്ട്, അല്ലേ ഗ്രാൻഡ്പാ? അതേ കുട്ടികളെ, ബൈബിൾ നമുക്ക് അറിവും ധൈര്യവും ആത്മവിശ്വാസവും തന്ന് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ജോർജ്, നീ ഇനി ദൈവത്തിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ ശ്രമിച്ചു നോക്കൂ. All the best, George.
ഫ്രണ്ട്സ്.